ചാരു ഹോം ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു മുട്ടക്കറി ഉണ്ടാക്കി നോക്കിയാലോ. ചോറിൻ്റെ കൂടെ, ദോശയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല രസമാട്ടോ. ആദ്യം എണ്ണ ചൂടായി വരുമ്പോൾ ജീരകം, ചെറിയ ജീരകം, കുരുമുളക് വറുത്തെടുക്കാം. ഇതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ കുറച്ച് ചേർത്താൽ മതി, അധികമൊന്നും ആവശ്യമില്ല. നന്നായി വറുത്ത് കൊടുക്കാം. തേങ്ങ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമ്മളൊന്ന് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇതുപോലെ ആകുമ്പോൾ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി നമ്മൾ നന്നായി ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ മിക്സി ജാറിലേക്ക് ചേർത്ത് നമ്മൾ അരച്ചെടുക്കാം. വീണ്ടും അതൊരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ മുളക് പൊടിയും ഉപ്പും എണ്ണയും ചേർത്ത് നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ എടുത്തു വെച്ച മുട്ടയൊന്ന് വറുത്തെടുക്കാം. ഒരു മിനിറ്റ് ഇത് വറുത്തെടുത്താൽ മതി. നമ്മൾ എടുത്തു വെച്ച മുട്ടയൊക്കെ ഇത് ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് കറി വയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. പട്ട, ഗ്രാമ്പൂ, പെരുംജീരകം, ചെറിയ ജീരകം, ബ്രിഞ്ചി ഇല, വറ്റൽമുളക് ഇവ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ചീനച്ചട്ടിയിൽ ഇത് നമുക്ക് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ സവാള ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അരച്ച് വെച്ചത് നമ്മളിതിൽ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം പോണ വരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് കുക്കാകുമ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇവയെ ആവശ്യത്തിനെടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതും അതുപോലെ പച്ചമണം പോണ വരെ നമുക്ക് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ അരച്ച് വെച്ച തേങ്ങ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. നന്നായി തള വരുന്നവരെ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കണം. അതിനുശേഷം അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് തള വന്നതും നമുക്ക് ഒന്നുകൂടെ നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. നമ്മൾ വറുത്തെടുത്ത മുട്ട അതിലേക്ക് ഓരോന്നായി ചേർത്ത് കൊടുക്കാം. അടുത്തത് നമുക്ക് ലാസ്റ്റ് ഫൈനൽ ടച്ചിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് മല്ലിയില കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില നമ്മൾ എത്ര ചേർക്കണോ അത്ര നമുക്ക് കറികൾക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടും. എൻ്റെ മിക്ക വീഡിയോസിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാൻ കൂടുതൽ മല്ലിയില ചേർക്കാറുണ്ട് എല്ലാ കറികൾക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.